ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആണ്. സോ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ വീഡിയോയുടെ ക്വാളിറ്റിയിലാണെങ്കിലും സൗണ്ടിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫർദർ വീഡിയോസിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. സോ ഇന്നത്തെ ഈ വീഡിയോ UK NHS ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് സ്റ്റുഡൻസും ഡിപ്പെൻഡൻസും ഒക്കെ നോക്കുന്ന ഒരു ഏരിയ ആണ് NHS എന്ന് പറയുന്നത്. കുറേ പേർക്കും അപ്ലിക്കേഷൻസ് ഒക്കെ ഇടുന്നുണ്ട്, ഇൻ്റർവ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് പേർക്കാണെങ്കിലും അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടൊരു സ്റ്റെപ്പാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏരിയ. NHSൻ്റെ അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുക. അപ്പോൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ജോബിന് ഫിറ്റാണ് എന്ന് നമ്മൾ റിക്രൂട്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു സ്റ്റെപ്പാണത്. അപ്പോൾ അത് ഭയങ്കര കെയർഫുള്ളായിട്ടും ഡീറ്റെയിൽഡായിട്ടും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഒത്തിരി കുറവായിരിക്കും. സോ അതെങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്ന് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്നും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് വാച്ച് ചെയ്യുക. അപ്പോൾ ഒരു 7 സ്റ്റെപ്സിൽ ഈസി ആയിട്ട് എങ്ങനെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ചെയ്യാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് അഡ്വർടൈസ്മെൻറ്റ്. NHSൻ്റെ സൈറ്റ്സിൽ നിങ്ങൾക്കറിയാം സൈറ്റ്സൊക്കെ NHSൻ്റെ ട്രാക്ക് ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, പിന്നെ NHS ജോബ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അവിടെ ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ മെയിനായിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് ആണ് പേഴ്സൺ സ്പെസിഫിക്കേഷൻ അഥവാ PS, അല്ലെങ്കിൽ പിന്നെ ഉള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ JD എന്ന് പറയുന്നത്. ഈ 2 ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ സെപ്പറേറ്റ് PDFs ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും. ഇത് രണ്ടും മസ്റ്റായിട്ടും ഡൗൺലോഡ് ചെയ്ത് തറൗലി വായിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളും അതിൽ പറയുന്ന കീവേഡ്സുകളും നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ മാച്ച് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കൂടുതലും ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ത്രൂ ആണ് ഇതൊക്കെ പോകുന്നത്. സോഫ്റ്റ്വെയർ ത്രൂ ഈസിലി പോകാനും ഷോർട്ട് ലിസ്റ്റിങ്ങിനുള്ള ചാൻസസ് കൂടാനും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ പറയുന്ന ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് JDക്കകത്ത് മെയിനായിട്ട് പറയുന്നത് വൺസ് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രസ്റ്റിൽ ചെയ്യേണ്ട ജോബ്സും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ് JD. PS എന്ന് പറയുമ്പം ഈ പെർട്ടിക്കുലർ കാൻഡിഡേറ്റിന് എന്തൊക്കെ സ്കിൽസ് വേണമെന്ന് പറയുന്നതാണ്. എന്തൊക്കെ സ്കിൽസ് നമ്മൾ മീറ്റ് ചെയ്യണം എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റാണ് PS എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും വായിച്ച് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഫർമേഷൻ എഴുതി തുടങ്ങുക. അതിൽ ഫസ്റ്റ് തിങ്ക് ചെയ്യുന്നതാണ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ മതി. അവിടെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസോ നമ്മുടെ ക്വാളിഫിക്കേഷൻ, പാസ് ഔട്ട് ആയ ഇയർ ഇങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ റിക്രൂട്ടറിനോട് നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഈ റോളിന് നമ്മൾ ഫിറ്റ് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരു ലെറ്റർ എഴുതുന്നത് പോലെ എഴുതണം. കുറേ പേരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ യൂഷ്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ്സിൻ്റെ CVയിലുള്ള പോയിന്റ്സുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. ഒരിക്കലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ്സ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാം, ഹെഡിങ്സ് ഒക്കെ ആയിട്ട് എഴുതാം. പക്ഷെ ഞാൻ എപ്പോഴും പാരഗ്രാഫ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മിക്ക ട്രസ്റ്റും ചോദിക്കുന്ന ഒരു 1500 വേർഡ് ലിമിറ്റിൽ ചെയ്യാനാണ്. അപ്പോൾ കുറേ പേരും ഒരു 200 വേർഡ്സ് 300 വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് നിർത്തും. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. എങ്കിൽ പോലും ടൈം എടുത്ത് അത് ഡീറ്റെയിലി ഒരു 1000 to 1400 വേർഡ്സിന് ഉള്ളിൽ എഴുതുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ റിക്രൂട്ടേഴ്സിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് അത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടീവ്. അപ്പോൾ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇപ്പോൾ പേര് എഴുതണമെങ്കിൽ എഴുതാം. ഞാൻ യൂഷ്വലി ചെയ്യാറില്ല. നെയിം, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇവർ പറയുന്ന ഈ സ്കിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ഐ എം ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് പറഞ്ഞൊരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ JD നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. JDയിൽ പറയുന്ന റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ ഡ്യൂട്ടീസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ആ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം നമ്മൾ നമ്മുടെ പ്രീവിയസ് ജോബിൽ ചെയ്തിട്ടുണ്ടെന്ന് റിക്രൂട്ടറിനെ കൺവിൻസ് ചെയ്യിക്കുക. അപ്പോൾ അത് എഴുതുമ്പോൾ ഇന്ന ഡ്യൂട്ടീസൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതാതെ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത് എഴുതുക. മിക്കവർക്കും അറിയായിരിക്കും സ്റ്റാർ മെത്തേഡ് എന്താണ്. അറിയാത്തവർക്ക് വേണ്ടി സ്റ്റാർ മെത്തേഡ് എന്ന് പറയുമ്പോൾ S for situation, T for task, A for action and R for results.
സോ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മന്ത് ആൻഡ് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ ഞാൻ പറയുന്നത്, അത് ഞാൻ പ്രീവിയസ് ജോബിൽ ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ, ഐ വാസ് പാർട്ട് ഓഫ് എ ടീം, ഒരു മന്ത് ആൻഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടീമിൻ്റെ പാർട്ടായിരുന്നു. എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ സീനിയർ മാനേജർക്ക് മന്ത് എൻഡിൽ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. വാട്ട് ആക്ഷൻ ഐ ഡിഡ്? ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എക്സൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർസ് ഒക്കെ ജെഡിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം ഇന്ന സോഫ്റ്റ്വെയർസിൽ എന്ന് പറയുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഈ ആക്ഷൻ നമ്മൾ ചെയ്തു, ഈ ടാസ്ക് നമ്മൾ ചെയ്തു. റിസൾട്ട്, ആസ് എ റിസൾട്ട് ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മന്ത് ആൻഡ് ബഡ്ജറ്റ് എനിക്ക് എൻ്റെ മാനേജർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതാണ് റിസൾട്ട്. അപ്പം ജസ്റ്റ് ഒരു ടാസ്ക് എന്താണ്, അല്ലെങ്കിൽ റോൾ എന്താണ് ചെയ്തതെന്ന് മാത്രമല്ല, വാട്ട് വാസ് ദ സിറ്റുവേഷൻ, ഹൗ ഡിഡ് യു ഡു ദാറ്റ് ആൻഡ് വാട്ട് വാസ് ദ റിസൾട്ട്, അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രമിക്കാം. ഒരുപക്ഷെ നമുക്ക് ആ JD പറയുന്ന എല്ലാ ഡ്യൂട്ടീസിനും ഇതുപോലെ ഓരോ കേസുകൾ പറയാൻ പറ്റില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് അതെല്ലാം നമ്മൾ ചെയ്തു എന്ന് കേസ് ബൈ കേസ് ആയിട്ട് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് തന്നെ, ആക്ച്വൽ സിറ്റുവേഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ പറയാൻ ശ്രമിക്കാം. ഇനി ഒരുപക്ഷെ നമുക്ക് എല്ലാ എക്സ്പീരിയൻസും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ എഴുതുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. കാരണം ചിലർ അയ്യോ ഈ റെസ്പോൺസിബിലിറ്റി, ഈ സ്കിൽ എനിക്കില്ല എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കും. അങ്ങനെ ചെയ്യേണ്ട. ഒരുമാതിരിപ്പെട്ട സ്കിൽസും നോളജും ഒക്കെ നമുക്കുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ PS-നകത്ത്, പേഴ്സണൽ സ്പെസിഫിക്കേഷനകത്ത് പറയുന്ന സ്കിൽസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന പാരഗ്രാഫ്. അപ്പോൾ അവിടെ മെയിനായിട്ടും NHS-ൽ റിപ്പീറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന കുറച്ച് സ്കില്ലുകളൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക്, അതുപോലെ തന്നെ വർക്ക് അണ്ടർ പ്രഷർ, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റേറ്റീവായിട്ട് വരുന്നതാണ്. ആ സ്കില്ലുകളെല്ലാം അതേപടി തന്നെ, ആ വേർഡ്സ് അതേപടി തന്നെ യൂസ് ചെയ്യുക. ആ വേർഡ്സ് യൂസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഈ സ്കിൽസും നമുക്ക് ഉണ്ടെന്ന് നമ്മൾ എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണ് പറഞ്ഞെങ്കിൽ ഐ ഡു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നതിന് പകരം എന്ത് കേസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിൻ ഒരു റോളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രീവിയസ് അഡ്മിനിസ്ട്രേഷൻ റോളിൽ ഞാൻ കോൾസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമേഴ്സുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആസ് എ റിസൾട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലൊക്കെ എഴുതാൻ ശ്രമിക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക വിത്തിൻ ദാറ്റ് വേർഡ് ലിമിറ്റ്. അപ്പം അതാണ് മെയിൻ ബോഡിയിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മുടെ JD-യിലുള്ള കാര്യങ്ങളും സെക്കൻഡ് പാർട്ട് നമ്മൾ PS-ലുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് ആണ് നമ്മൾ ഒരു സ്റ്റെപ്പ്, നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം എഴുതുക. അതായത് ഈ മുകളിൽ പറഞ്ഞ സ്കിൽസും നോളജും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് NHS-ൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എൻ്റെ ഞാൻ ഈ റോളിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഇതൊക്കെ ഞാൻ നന്നായിട്ട് എൻ്റെ ഈ സ്കിൽസും നോളജും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല റിസൾട്ട് തരാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ള രീതിയിലും ഒരു പാരഗ്രാഫ് കൂടെ എഴുതാൻ ശ്രമിക്കാം. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. കൺക്ലൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്ത് എഴുതാതെ നമ്മുടെ ഈ റോളിനോടും അല്ലെങ്കിൽ NHS-ലേക്കും ഉള്ളൊരു എന്തൂസിയാസം അല്ലെങ്കിൽ ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന രീതിയിൽ റിക്രൂട്ടറിനെ ഇംപ്രസ് ചെയ്യാൻ പാകത്തിന് ഒരു ഫൈനൽ പാരഗ്രാഫും കൂടെ എഴുതി നമുക്ക് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ടും ഈ കീവേഡ്സ് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ കുറച്ച് വാല്യൂസ്, ഇപ്പോൾ ഓരോ NHS ട്രസ്റ്റിനും ഓരോ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ NHS-ന് കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ റിക്രൂട്ടേഴ്സിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ സബ്മിറ്റ് ചെയ്യാതെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. ചിലപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള എഴുതുന്നത് കൊണ്ട് ചില ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ ലാംഗ്വേജിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വൺസ് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT പോലുള്ള AI ടൂൾസ് യൂസ് ചെയ്ത് ഞാൻ അതൊന്ന് റീകറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള മൈന്യൂട്ട് മിസ്റ്റേക്സ് ഒക്കെ അത് ലാംഗ്വേജ് ഒക്കെ ഒന്നുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ChatGPT യൂസ് ചെയ്യുന്നതുകൊണ്ടെന്ന് ഓർത്ത്
വലിയ തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് ഒന്നുകൂടെ നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഒന്ന് വൃത്തിയായി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഫർദറായിട്ടും ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലെയുള്ള UK കരിയർ ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫാമിലി ഫൺ വ്ളോഗ്സ്, ട്രാവൽ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ NHS അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. ഞാൻ ഫർദർ വീഡിയോസിൽ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഫർദറായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.